കട്ടപ്പനയിൽ മഹാഘോഷയാത്രയോടെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം നടന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ IT ജംഗ്ഷൻ കട്ടപ്പന. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന മഹത് സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷം വിപുലമായാണ് കട്ടപ്പനയിൽ ആഘോഷിച്ചത്. കൊച്ചുതോവാള, പുളിയന്മല, കട്ടപ്പന നോർത്ത്, വെള്ളയാങ്കുടി, കട്ടപ്പന ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, കുടുംബയോഗം, പ്രാർത്ഥനാ യൂണിറ്റുകൾ, SHGകൾ, കുമാരി സംഘം, ബാലജനയോഗം എന്നീ പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുമ്പിൽ. ഗുരുദേവാ ശരണം ഗുരുദേവാ, വരവായി ഞങ്ങൾ തിരുമുമ്പിൽ. അറിവിന്റെ നിറവായി നിറയുന്നു ഗുരുദേവൻ, അറിവിനുമറിവാണൻ ശ്രീനാരായണ ദേവൻ. തളിരിളം പൂന്തെന്നൽ പോലെയൻ ഗുരുദേവൻ, തളിരിട്ട പൂമോൾ. തിരുജയന്തി സമ്മേളനം SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കി വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാനാണ് ഇത്തവണ SNDP യോഗം തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിലെ കഷ്ടത അനുഭവിക്കുന്ന ഇനി ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ ജീവിത പ്രതിസന്ധി മാറ്റി മുന്നോട്ട് പോകുവാൻ ആവുന്നത്ര സഹായം എത്തിക്കുക എന്നൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി ഈ ദിനത്തിലുണ്ട്. SNDP യോഗത്തിൽ നിന്നും ഏതാണ്ട് 70 ലക്ഷം രൂപയോളം നിലവിൽ വയനാട് ദുരന്ത പ്രദേശത്തിന് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ ഇനി മുന്നോട്ട് അവർക്ക് ജീവിക്കാനുള്ള വിവിധ വരുമാന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി ഈ ചതയ ദിനത്തിൽ എല്ലാ പ്രദേശത്തുമുള്ള ഫണ്ട് സമാഹരിച്ചുകൊണ്ട് SNDP യോഗത്തെ ഏൽപ്പിക്കുക, അത് ഒരുമിച്ച് വാങ്ങി കളക്ട് ചെയ്തതിനു ശേഷം വയനാട്ടിലെ സഹോദരർക്ക് നൽകുക എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് നമ്മൾ നടപ്പാക്കുന്നത്. ആ ഫണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ ഫണ്ട് ഏറ്റുവാങ്ങുന്നതിൻ്റെ ഒരു കർമ്മം ബഹുമാന്യായ മുനിസിപ്പൽ ചെയർപേഴ്സണാണ് അത് നിർവഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും അവരവർ കഴിയുന്ന രീതിയിലുള്ളൊരു പണം ഇനിയും ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശാഖകൾ വഴി യൂണിയിൽ എത്തിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ അവരുടെ കഷ്ടതയിൽ ഗുരുവിൻ്റെ ആഗ്രഹം പോലെ നമുക്ക് പങ്കാളികളാവണം എന്നതായിരിക്കണം ഈ വർഷത്തെ ഈ ഗുരുദേവ ജയന്തി ദിനത്തിലെ നമ്മുടെ ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ഓരോ ജന്മദിനവും ഗുരുവിൻ്റെ നന്മ നിറഞ്ഞ സന്ദേശങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയായി കാണുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. സാന്ത്വന സഹായ നിധി വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. ശാഖകളുടെ നേതൃത്വത്തിൽ സമാഹരിച്ച വയനാടിനുള്ള സഹായനിധിയും ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. കുഞ്ഞൻ സ്മാരക സ്കോളർഷിപ്പ് വിതരണം K ശശിധരൻ നിർവഹിച്ചു. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. ഷാജി പുള്ളോലിൽ, PK ജോഷി,
കെ ശശിധരൻ, പി കെ രാജൻ, സന്തോഷ് ചാൾനാട്ട്, സന്തോഷ് കുമാർ പാതയിൽ, സി കെ വത്സ, ബിനു പാറയിൽ, എം ആർ ജയൻ, മനോജ് പതാലിൽ, പ്രവീൺ വട്ടമല തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ. സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ, ITA ജംഗ്ഷൻ, കട്ടപ്പന.